നമസ്കാരം. ഇന്ന് നമ്മുടെ 7ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂട്ടുകാരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. നമ്മൾ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? ഓപ്ഷൻസ്: എ നിശ്ചല ജഡത്വം, ബി ചലന ജഡത്വം, സി അസന്തുലിത ബാഹ്യബലം, ഡി സന്തുലിത ആന്തരിക ബലം. ഏതായിരിക്കും ആൻസർ? ആൻസർ ബി ആണ്, ചലന ജഡത്വം. അപ്പം നമുക്കിനി ജഡത്വത്തെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. അപ്പം നമ്മൾ ജഡത്വത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചലന നിയമം ഒന്ന് നോക്കണം. ആരുടെയാണ് ചലന നിയമം? ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം, ഗലീലിയോയുടെ നിഗമനം തുടങ്ങിയ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ജഡത്വത്തിലേക്ക് എത്താം. അപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ സന്തുലിത ബാഹ്യ ബലങ്ങളെ കുറിച്ചിട്ടും അസന്തുലിത ബലത്തെക്കുറിച്ചിട്ടൊക്കെ പറയുകയുണ്ടായി. അതിനകത്ത് നമ്മൾ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം പറഞ്ഞില്ലായിരുന്നു. ജസ്റ്റ് ന്യൂട്ടൻ്റെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ ചലന നിയമത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമം എന്താണെന്നും അതുപോലെ തന്നെ ഗലീലിയോയുടെ നിഗമനം എന്തായിരുന്നു എന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അസന്തുലിത ബലത്തെക്കുറിച്ചിട്ട്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതേ സ്പീഡിൽ തന്നെ തുടരണമെങ്കിൽ എന്താവശ്യമില്ല എന്ന് പറഞ്ഞു? അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇതാണ് ഗലീലിയോയുടെ നിഗമനം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് നേർരേഖ സമചലനത്തിൽ തുടരുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഇത് ആരുടെ നിഗമനമാണ്? ഗലീലിയോയുടെ നിഗമനമാണ്. അപ്പം ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ന്യൂട്ടൻ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിലേക്ക് എത്തിച്ചേർന്ന നിഗമനങ്ങളാണ്: ഒന്നാമത്തെ, ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് നമ്മളൊരു ബാഹ്യബലം, അസന്തുലിത ബാഹ്യബലം കൊടുക്കണമെന്ന്. എങ്കിൽ മാത്രമാണ് ആ ഒരു വസ്തുവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കും നിശ്ചലാവസ്ഥയ്ക്കും മാറ്റം വരുത്താനായിട്ട് സാധിക്കുള്ളൂ. എന്താണ് സന്തുലിത ബലവും അസന്തുലിത ബലം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാട്ടോ. അപ്പം ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ നിഗമനം. 2ാമത്തെ നിഗമനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിൽ ഇത്തരം ബലങ്ങൾ പ്രയോഗിക്കപ്പെടാത്തോളം കാലം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തന്നെ തുടരും. ഇത്രയും മാത്രമേ ഉള്ളൂ. ഒരു വസ്തു ചലിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ആ ചലനത്തെ നിർത്താനോ അല്ലെങ്കിൽ അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെങ്കിലോ അവിടെ ഒരു അസന്തുലിത ബാഹ്യബലം കൊടുക്കണം. അത് കൊടുക്കാത്തോടത്തോളം കാലം ആ വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണെങ്കിൽ അങ്ങനെ തന്നെ ചലിച്ചുകൊണ്ടിരിക്കും. അല്ല, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവാണെങ്കിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. ഇനി ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. ഇതാണ് ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം എന്താണ്? അസന്തുലിതമായൊരു ബാഹ്യബലം പ്രയോഗിക്കുന്നതുവരെ ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖ സമചലനത്തിലോ തുടരുന്നതാണ്. സ്ഥിരാവസ്ഥയെയും ചലനാവസ്ഥയെയും സംബന്ധിച്ച് വസ്തുക്കളുടെ ചില പൊതുവായ പ്രവണതകളെ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം വിശദമാക്കുന്നു. 1ാം ചലന നിയമത്തിൻ്റെ വിശദീകരണം ജഡത്വം, ബലം എന്നിവയെ നിർവചിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ് ജഡത്വം എന്ന് പഠിച്ചാലോ. അപ്പോൾ ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വമെന്ന് പറയുന്നു. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. അപ്പോൾ ജഡത്വം 2 തരത്തിലുണ്ട്. ഒന്നാമത്തെ നിശ്ചല ജഡത്വമെന്നും 2ാമത്തെ ചലന ജഡത്വമെന്നും പറയാം. അപ്പോൾ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലിയാണ്. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. ഓർത്തിരിക്കാം.
മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലായിരിക്കും. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് എന്തായിരിക്കും? ജഡത്വം കൂടുതലായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതയെ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നിശ്ചല ജഡത്വം എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ചലന ജഡത്വം എന്തായിരിക്കും? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തന്നെ തുടരുന്നതിനുള്ള പ്രവണതയാണ് ചലന ജഡത്വം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ചലന ജഡത്വം എന്ന് പറയാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ. ജഡത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്ക് ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മാറ്റാൻ പറ്റാത്തത്, ആ നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുക, അത് നിശ്ചല ജഡത്വമെന്നും ചലന ജഡത്വം എന്ന് പറഞ്ഞാൽ എന്ത്? ചലനാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക, ആ ചലനാവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്താൻ പറ്റാത്ത ആ ഒരു കഴിവില്ലാത്തതിന് നമുക്ക് ചലന ജഡത്വമെന്നും പറയാം. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ നോക്കിയാൽ, നിശ്ചല ജഡത്വത്തിന് ഉദാഹരണം നോക്കിയാലോ. ഒന്നാമത്തെ ഉദാഹരണം ഇതാണ്. മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ കൊമ്പ് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ തന്നെ മാങ്ങ അടർന്ന് വീഴുന്നു. രണ്ടാമത്തെ, ഗ്ലാസിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന കാർഡ്ബോർഡിൽ ഇരിക്കുന്ന നാണയം കാർഡ്ബോർഡ് തട്ടിത്തെറിപ്പിച്ചപ്പോൾ ഗ്ലാസ്സിൽ വീഴുന്നത്. ഇനി മൂന്നാമത്തെ, കാർപ്പറ്റ് തട്ടുമ്പോൾ പൊടി താഴേക്ക് പോകുന്നത്. നാലാമത്തെ ഉദാഹരണം, ക്യാരം ബോർഡിലെ കോയിനുകൾ അടക്കി വെച്ച ശേഷം സ്ട്രൈക്കർ ഉപയോഗിച്ച് അടിയിലെ ഒരെണ്ണം മാത്രം തെറിപ്പിക്കാൻ കഴിയുന്നു. എന്നാൽ അടുക്ക് തെറ്റാതെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടോ? അടിയിൽ ഒരെണ്ണം മാത്രമാണ് തെറിച്ചു പോകത്തുള്ളൂ. ഇനി ഒരു കാർ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറ്റിലിരിക്കുന്ന ആൾ പുറകോട്ടായിരുന്നു. ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണമാണ്? നിശ്ചല ജഡത്വത്തിനുള്ള ഉദാഹരണമാണ്. ഇനി ചലന ജഡത്വത്തിനുള്ള ഉദാഹരണം ഏതൊക്കെയാണ്? ക്ലാസ്സിലേക്ക് ഓടി വരുന്ന കുട്ടി വാതക്കൽ പെട്ടെന്ന് നിൽക്കുമ്പോൾ മുന്നോട്ട് വീഴാനായിട്ട് തുടങ്ങുന്നു. പിന്നെയോ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന എക്സാമ്പിൾ ഏതാണ്? അത്ലറ്റ് ഓടി വരുമ്പോൾ ഫിനിഷിംഗ് ലെവൽ കഴിഞ്ഞാലും കുറച്ചുകൂടി മുന്നോട്ടേക്ക് ആഞ്ഞു പോകുന്നു, ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. അതും ചലന ജഡത്വത്തിന് ഉദാഹരണമാണ്. പിന്നെയോ ലോങ് ജമ്പ് ചാടുമ്പോൾ ഓടി വന്ന് ചാടുമ്പോൾ കൂടുതൽ മുന്നോട്ട് ചാടാൻ കഴിയും. പിന്നെയോ ഹാമർ ത്രോയിൽ ഹാമർ വളരെ വേഗം കറക്കിയതിനു ശേഷം ദൂരേക്ക് എറിയുന്നു. അടുത്ത ഉദാഹരണം, ഓടുന്ന ബസ്സിൽ നിന്നും ചാടി ഇറങ്ങുന്ന ആൾ ബസ്സിനോടൊപ്പം മുന്നോട്ട് നീങ്ങുന്നു. ലാസ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് ആയുന്നു. ഇത് എന്തിനുള്ള ഉദാഹരണങ്ങളായിരുന്നു? ചലന ജഡത്വത്തിനുള്ള ഉദാഹരണങ്ങൾ ആയിരുന്നു. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ എത്ര ഭാഗമാണ്? ഓപ്ഷൻസ്: എ 1/3, ബി 1/4, സി 1/8, ഡി 1/6. ആൻസർ എത്രയാണ്? ആൻസർ ഡി ആണ്, 1/6. അപ്പോൾ നമ്മൾ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഭൂഗുരുത്വാകർഷണം എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചിട്ടൊന്ന് പഠിക്കാം. എന്തായിരിക്കും ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതൊരു വസ്തുവിനെയും ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഇനി ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നത്, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു, മഴ താഴേക്ക് പതിക്കുന്നു, മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് പതിക്കുന്നു, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം, നമുക്ക് ഭൂമിയിൽ നിൽക്കാൻ കഴിയുന്നു, ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം. ഇതെല്ലാം തന്നെ എന്തിനുള്ള ഉദാഹരണങ്ങളാണ് അല്ലെങ്കിൽ എന്തിനുള്ള സന്ദർഭങ്ങളാണ്? ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഏതൊക്കെയാണ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ? ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നത്, പിന്നെയോ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത്, മഴ താഴേക്ക് പതിക്കുന്നത്, മുകളിലേക്ക് നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്ത് സംഭവിക്കും? അത് താഴേക്ക് തന്നെ വീഴുന്നു, ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം, നമുക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കുന്നത്, അതുപോലെ തന്നെ ഭൂമിയിലെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യം. ഇതെല്ലാം തന്നെ എന്തിനുള്ള സന്ദർഭങ്ങളാണ്? എന്തനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്? ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്.
ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നില നിവർന്നതാണോ തല കീഴായതാണോ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നില നിവർന്നതാണോ അല്ലെങ്കിൽ തല കീഴായിട്ടാണോ ഇരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ എവിടേക്കായിരിക്കും? ഭൂകേന്ദ്രത്തിലേക്കായിരിക്കും. ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ എവിടേക്കായിരിക്കും? ഭൂകേന്ദ്രത്തിലേക്കാണ്. അപ്പം അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശ താഴേക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം എന്തളവാണ്? ഒരു സദിശ അളവാണ്. ദിശയുള്ളതാണ്, സദിശ അളവാണ്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി എന്തായിരിക്കും മാസ് അഥവാ പിണ്ഡം എന്ന് പറഞ്ഞാൽ? അതായത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എന്തിൻ്റെ അളവാണ്? ദ്രവ്യത്തിൻ്റെ അളവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയാം. അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സാർവിക ഗുരുത്വാകർഷണ നിയമത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായിരിക്കും സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എങ്ങനെയാണ്? പരസ്പരം ആകർഷിക്കുന്നുണ്ട് അല്ലേ? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഇതാണ് എന്ത്? സാർവിക ഗുരുത്വാകർഷണ നിയമം. എന്താണ് സാർവിക ഗുരുത്വാകർഷണ നിയമം? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ സാർവിക ഗുരുത്വാകർഷണ നിയമം. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ബാധകമാക്കിക്കൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. ആരാണ് ഈ ലോ കൊണ്ടുവന്നത്? ഐസക് ന്യൂട്ടനാണ്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയൊക്കെ, ഇതിനകത്ത് രണ്ട് മാസുള്ള രണ്ട് വസ്തുക്കളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ വസ്തുവിൻ്റെ മാസ് m1 എന്നും രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസ് m2 എന്നും എടുത്തേക്കുന്നു. ആ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം എത്രയാണ്? d എന്ന് എടുത്തിരിക്കുന്നു. ചില ടെക്സ്റ്റിൽ 6 എന്നും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 6 എടുത്താലും ഡിസ്റ്റൻസ് തന്നെയാണ്, d എടുത്താലും ഡിസ്റ്റൻസ് തന്നെയാണ്. ഇവിടെ d ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ലോ എന്താണ്? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന്, അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു ഗുണനഫലം m1 ഇൻറ്റു m2 ഒരു ഇക്വേഷനായി. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് F പ്രൊപ്പോർഷണൽ ടു 1/d². എന്താണ്? അകലം ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്? d ആണ്. വർഗത്തിൻ്റെ വിപരീത അനുപാതം എന്ന് പറയുമ്പോൾ 1/d². ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷൻ ഏതാണ്? F പ്രൊപ്പോർഷണൽ ടു m1 ഇൻറ്റു m2. അടുത്ത ഇക്വേഷൻ F പ്രൊപ്പോർഷണൽ ടു 1/d². ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് എങ്ങനെ എഴുതാം? F പ്രൊപ്പോർഷണൽ ടു m1 m2/d². ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റി അവിടെ g എന്ന് കൊടുക്കുകയാണ്. g ആണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്, അതായത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കം g. F ഈക്വൽ ടു g ഇൻറ്റു m1 m2/d² എന്ന് എഴുതാം. g എന്താണ് നമ്മൾ പറഞ്ഞത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് അറിയപ്പെടുന്നു. ഇനി ജിയുടെ മൂല്യം എത്രയാണ്? ജിയുടെ മൂല്യം 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? F = g ഇൻറ്റു m1 m2/d². ഇനി ഇതിനകത്ത് നിന്ന് g എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? g ഈക്വൽ ടു F d²/m1 m2. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡയമെൻഷൻ ഫോർമുലയും കൂടി ഓർത്തിരിക്കണം. ഡയമെൻഷൻ ഫോർമുല ഏതാണ്? m⁻⁻1
L⁻3 T⁻². അപ്പോൾ ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക കേട്ടോ. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണയിച്ചത്. ആരാണ് ജിയുടെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 1-2 പ്രോബ്ലംസ് നോക്കാം. ചോദ്യം ഇതാണ്: പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പരാകർഷണ ബലം എത്ര മടങ്ങാകും? ചോദ്യം ഒരു പ്രാവശ്യം കൂടി പറയാം. പരസ്പരം ആകർഷിക്കുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പരാകർഷണ ബലം എത്ര മടങ്ങാകും? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നമുക്കറിയാം? ജി അറിയാം അല്ലേ? ജി നമ്മുടെ ഇക്വേഷൻ എന്താണ്? F = G × m1m2/d². ജി എന്താണെന്നറിയാം? ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണെന്നറിയാം. m1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ മാസാണ്, m2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിൻ്റെ മാസാണ്, d വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? 2 വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് ഇരട്ടിയാക്കുന്നു. അപ്പോൾ എന്താണ്? m1 എത്ര ഇരട്ടിയാവുന്നു? അപ്പോൾ 2m1 ആയിട്ട് മാറുന്നു. ഇനി ഇത്രയും കാര്യങ്ങൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും നമുക്ക്? F = G × 2m1m2 /d², which is equal to 2G m1m2/d². F = എന്താണ്? അതായത് ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിയാക്കുമ്പോൾ ആകർഷണ ബലവും എന്തായി മാറുന്നു? ഇരട്ടിയായിട്ട് മാറുന്നു. ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിയാക്കുമ്പോൾ ആകർഷണ ബലം എത്രയാവുന്നു? ഇരട്ടിയായിട്ട് മാറുന്നു. ഇനി ഇതേപോലെ തന്നെ 2 വസ്തുക്കളുടെ മാസ് ഇരട്ടിയാക്കിയാൽ പരസ്പര ആകർഷണ ബലം എത്ര മടങ്ങായിട്ട് മാറും? 2 വസ്തുക്കളുടെ മാസ് ഇരട്ടിയാക്കിയാൽ, നേരത്തെ ഒരു വസ്തുവിൻ്റെ മാസാണ് ഇരട്ടിയാക്കിയത്, ഇനി 2 വസ്തുവിൻ്റെ മാസ് ഇരട്ടിയാക്കിയാലോ എന്തായിരിക്കും സംഭവിക്കുക? ബലം എത്രയാവും? 4 ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ കൂട്ടുകാരൊന്ന് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മാസ് 2 വസ്തുക്കളുടെയും മാസ് ഇരട്ടിയാക്കിയ ബലം എങ്ങനെയായിരിക്കും? പരസ്പരാകർഷണ ബലം 4 ഇരട്ടിയായിട്ട് മാറുന്നു. ഇനി അതുപോലെ തന്നെ വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാലോ? വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ബലം എങ്ങനെ വരും? 1/4 മടങ്ങായിട്ട് മാറും. ബലം എത്രയായിട്ട് മാറും? 1/4 മടങ്ങായിട്ട് മാറുന്നു. ഇനി വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാലോ? പരസ്പരാകർഷണ ബലം എത്ര മടങ്ങാകുന്നു? അതായത് 4 ഇരട്ടിയായിട്ട് മാറുന്നു. ഇതെല്ലാം തന്നെ കൂട്ടുകാരൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് ഈ ആൻസർ കിട്ടും. വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ പരസ്പരാകർഷണ ബലം എത്ര മടങ്ങാകുന്നു? 4 ഇരട്ടിയായിട്ട് മാറുന്നു. ഓക്കെ. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരുപോലെയാണോ? അല്ല അല്ലേ? എന്തായിരിക്കും കാരണം? അതായത് ഭൂമി യഥാർത്ഥത്തിൽ ഗോളാകൃതിയിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരുപോലെ ആയിരിക്കില്ല. മനസ്സിലായോ? ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ആകർഷണ ബലം ഒരുപോലെ അല്ല. കാരണം എന്താണ്? ഭൂമി യഥാർത്ഥത്തിൽ ഗോളാകൃതിയിലല്ല ഇരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഭൂമധ്യരേഖ പ്രദേശത്ത് ആരം കൂടുതലും ധ്രുവ പ്രദേശങ്ങളിൽ ആരം കുറവുമായിരിക്കും. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ. ധ്രുവവും അതുപോലെ തന്നെ ഭൂമധ്യരേഖയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ധ്രുവത്തിലേക്കുള്ള ആരത്തിൻ്റെ ഡിസ്റ്റൻസ് നോക്കിക്കേ, അത് കുറവാണ്. ഇനി ഭൂമധ്യരേഖയിലേക്കുള്ള ആരത്തിൻ്റെ ഡിസ്റ്റൻസ് നോക്കിക്കേ, അവിടെ അകലം കൂടുതലാണ്, ആരം കൂടുതലാണ്. അപ്പം അതായത് ഒരു വസ്തു ഭൂമിയുടെ പ്രതലത്തിൽ എവിടെ വെച്ചാലായിരിക്കാം ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്? ആരം കുറഞ്ഞ ഭാഗത്ത് വെക്കുമ്പോൾ, അതായത് ധ്രുവ പ്രദേശത്ത് ധ്രുവത്തിൽ നിൽക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നു. ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവ ഭാഗത്താണ്. ധ്രുവം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ആരം കുറവാണ്, ഡിസ്റ്റൻസ് കുറവാണ്. അവിടെയാണ് എന്തുള്ളത്? ആകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇനി ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലത്തിൻ്റെ അളവിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ആകർഷണ ബലത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരുന്നാൽ ആകർഷണ ബലത്തിൻ്റെ അളവിന് എന്ത് സംഭവിക്കുന്നു?
കുറഞ്ഞു വരുന്നു. അതായത് അടുത്തോട്ട് വരുന്നതോറും ആകർഷണം കൂടുന്നു, അകലോട്ട് പോകുന്നതോറും ആകർഷണം കുറയാണ്. ഓക്കെ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലം കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂകേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. ഭൂകേന്ദ്രത്തിലിരിക്കുന്ന വസ്തുവിന് എല്ലാ വശത്തേക്കും ഒരുപോലെ ആകർഷണം അനുഭവപ്പെടുന്നതിനാൽ എഫ് എങ്ങനെയിരിക്കും? എഫ് 0 ആകർഷണ ബലം 0. ഭൂകേന്ദ്രത്തിലിരിക്കുന്ന ഒരു വസ്തുവിന് എല്ലാ വശത്തേക്കും ഒരുപോലെ ആകർഷണം അനുഭവപ്പെടുന്നതിനാൽ ആകർഷണ ബലം എങ്ങനെയായിരിക്കും? 0. അതുപോലെ തന്നെ ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എന്തായിരിക്കും? 0. അപ്പോൾ ഭൂകേന്ദ്രത്തിൽ എഫ് എങ്ങനെയാണ്? 0. അതുപോലെ തന്നെ ജിയും 0. അപ്പോൾ 1-2 കാര്യങ്ങളോട് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താനുണ്ട്. ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും അതുപോലെ തന്നെ ഫ്രീ ഫോളും കൂടി നോക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് അടുത്തൊരു ക്ലാസ്, അതായത് ഡേ 8 ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.